വൃശ്ചിക മാസത്തിന്റെ തുടക്കത്തിൽ തന്നെ ശബരിമലയിൽ വൻ തിരക്ക് അനുഭവപ്പെടുന്നത് അധികൃതരെ വലയ്ക്കുന്നു. പലരും തിരക്ക് മൂലം ദർശനം നടത്താനാവാതെ മടങ്ങി. ദേവസ്വം ബോർഡ് പുതിയ പ്രസിഡന്റ് കെ ജയകുമാർ, ADGP ശ്രീജിത്ത് എന്നിവർ സന്നിധാനത്ത് ക്യാമ്പ് ചെയ്ത് സ്ഥിതിഗതികൾ നിരീക്ഷിക്കുന്നു. രാജ്യത്ത് ഓരോ 8 മിനിറ്റിലും ഒരു കുട്ടിയെ കാണാതാകുന്നുവെന്ന റിപ്പോർട്ടിൽ സുപ്രീം കോടതി ആശങ്ക രേഖപ്പെടുത്തി. കുട്ടികൾ കാണാതാകുന്ന കേസുകൾക്കായി നോഡൽ ഓഫീസർ വേണമെന്നും വനിതാ ശിശു വികസന മന്ത്രാലയത്തിന്റെ മിഷൻ വാത്സല്യ പോർട്ടലിൽ വിവരം പ്രസിദ്ധീകരിക്കണമെന്നും സുപ്രീം കോടതി കേന്ദ്ര ഗവൺമെന്റിന് നിർദ്ദേശം നൽകിയിരുന്നു. വന്യജീവികൾ വരുത്തുന്ന കൃഷിനാശം പ്രാദേശിക ദുരന്തത്തിൽ 5-ാം വിഭാഗത്തിൽ ഉൾപ്പെടുത്താനും നഷ്ടപരിഹാരം ഉറപ്പാക്കാനും കേന്ദ്ര സർക്കാർ തീരുമാനിച്ചു. തിരുവനന്തപുരം, കൊല്ലം, ആലപ്പുഴ ജില്ലകളിൽ ഓറഞ്ച് അലർട്ടും പത്തനംതിട്ട മുതൽ വയനാട് വരെ യെല്ലോ അലർട്ടും കാലാവസ്ഥാ വകുപ്പ് പ്രഖ്യാപിച്ചു. മഴ ഈ മാസം 22 വരെ ശക്തമായി തുടരുമെന്നാണ് മുന്നറിയിപ്പ്. കൊച്ചിയിലും തിരുവനന്തപുരത്തും ഉൾപ്പെടെ കനത്ത മഴയിൽ വെള്ളക്കെട്ട് രൂക്ഷമായി. കാറ്റിലും മഴയിലും മലപ്പുറത്ത് സ്കൂൾ ജില്ലാ കലോത്സവത്തിന് തയ്യാറാക്കിയ ഭക്ഷണപ്പന്തൽ തകർന്നു. ആൾക്കാർക്ക് പരിക്കില്ല. ഇനി നിങ്ങളുടെ കുട്ടികൾക്ക് പരീക്ഷകളിൽ ഫുൾ മാർക്ക്. അവർ ഇനി ഒരു ക്വിസ് ഗെയിം പോലെ പരീക്ഷകളെ ഇഷ്ടപ്പെടും. വിദ്യാർത്ഥികൾക്കിടയിൽ തരംഗമായിക്കൊണ്ടിരിക്കുന്ന പ്രാക്ടീസ് എക്സാം ആപ്പ് ഡൗൺലോഡ് ചെയ്യുവാൻ പ്ലേ സ്റ്റോറിൽ ഗ്ലോബൽ ഗേറ്റ്വേ എന്ന് ടൈപ്പ് ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ഡിസ്കൗണ്ട് ലഭിക്കുവാൻ ഈ നമ്പറിൽ ബന്ധപ്പെടാം. യോഗ്യതയില്ലാത്തവരെ അധ്യാപകരായി നിയമിക്കരുതെന്നും കർശനമായി UGC ചട്ടം പാലിക്കണമെന്നും ഗവർണർ രാജേന്ദ്ര വിശ്വനാഥ് ആർലേക്കർ കർശന നിർദ്ദേശം നൽകി. ഉന്നത വിദ്യാഭ്യാസ മേഖലയിൽ ഗുണമേന്മ പാലിക്കുന്നില്ല എന്ന വ്യാപക പരാതിയിന്മേലാണ് ഗവർണറുടെ നിർദ്ദേശം. തിരുവനന്തപുരത്ത് വെഞ്ഞാറമൂടിൽ സ്വന്തം മകൻ 16-കാരനെ ഇസ്ലാമിക് സ്റ്റേറ്റ് IS-ൽ ചേരാൻ പ്രേരിപ്പിച്ച കുറ്റത്തിന് അമ്മയ്ക്കും 2ാം ഭർത്താവിനുമെതിരെ കേസെടുത്തു. പത്തനാപുരം സ്വദേശിനിയും 2ാം ഭർത്താവായ വെമ്പായംകാരനുമെതിരെയാണ് പോലീസ് കേസെടുത്തത്. 15 വയസ്സുകാരിയെ പീഡിപ്പിച്ച നേവൽ ബേസിലെ ഉദ്യോഗസ്ഥൻ ഹരിയാന റോഹ്തക് സ്വദേശി അമിത്തിനെ കൊച്ചി ഹാർബർ പോലീസ് അറസ്റ്റ് ചെയ്തു. തിരുവനന്തപുരത്ത് കണ്ണേറ്റുമുക്ക് യൂണിവേഴ്സൽ ഫാർമ എന്ന സ്ഥാപനത്തിൽ തീ പടർന്നത് പരിഭ്രാന്തി പരത്തി. തീ അണയ്ക്കാനുള്ള ശ്രമം ഫയർഫോഴ്സ് യൂണിറ്റുകൾ രാത്രി വൈകിയും തുടർന്നു. ബഹുനില കെട്ടിടത്തിലായിരുന്നു തീപിടുത്തം. വാർത്തകൾ ഇതുവരെ ഇവിടെ പൂർണ്ണമാകുന്നു. കൂടുതൽ വാർത്തകളുമായി വീണ്ടും കാണാം. നമസ്കാരം.